ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സെറ്ററിൻ്റെ പുതിയ എയർക്രോസ് എക്സ് ആണ്. ഇതിൻ്റെ 1.2 ലിറ്റർ ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ വണ്ടി ഇപ്പോൾ ഈ സെഗ്മെൻറ്റ് എടുക്കാം. നമുക്ക് ശരിക്കും ഈ സെഗ്മെൻറ്റിൽ ഏകദേശം 12 വണ്ടികളെടുത്ത് വരുന്നുണ്ട്. അതായത് 4.3 to 4.5 മീറ്ററിൻ്റെ ഇടയിലുള്ള SUVs എടുക്കുകയാണെങ്കിൽ. സോ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അതിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഇൻറ്റീരിയേഴ്സ് ഒക്കെ വെച്ച് കിട്ടുന്ന ഒരു വാഹനമാണ് നമ്മുടെ സെറ്ററിൻ്റെ എയർക്രോസ് എക്സ്. സോ ഇതിൽ എന്തൊക്കെയാണുള്ളത്, ഫീച്ചേഴ്സ് എങ്ങനെയാണ്, പവർ എങ്ങനെയാണ്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, പവറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മളിനി ഇതിൻ്റെ പവറാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ 0 to 100 ആക്സിലറേഷനൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ആക്സിലേഷൻ അല്ലാതെ എടുക്കാനാണെങ്കിൽ പാർട്ട് ത്രോട്ടിൽ വണ്ടി വന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് എപ്പോഴും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അല്ലാണ്ട് ഇപ്പം ആക്സിലേഷൻ ചെയ്യുകയാണെങ്കിലും ഇതുണ്ടോ, ഞാനിപ്പോൾ ഫുൾ കൊടുത്തു, കിക്ക് ഡൗൺ ആയി. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി അത്യാവശ്യം നന്നായിട്ട് പുൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പം 1 ലിറ്റർ TSA ആയാലും ഇതാണെങ്കിലും നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിൻസ് അതിനകത്ത് വരുന്നത് ഡസ്റ്ററിൻ്റെ 1 ലിറ്റർ ഉണ്ട്, ഫോക്സ്വാഗൻ്റെ 1 ലിറ്റർ TSA ഉണ്ട്, പിന്നെ സെറ്ററിൻ്റെ 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ ഉണ്ട്. ഈ 1 ലിറ്റർ എല്ലാം വരുന്ന എല്ലാം 3 സിലിണ്ടർ തന്നെയാണ് ടർബോ പെട്രോൾ. സോ അത് വെച്ച് കമ്പയർ നമുക്കിത് 110 PS ഉണ്ട്, 205 Nm ടോർക്കും വരുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ ഏറ്റവും ടോർക്കി ആയിട്ടുള്ള 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉറപ്പായിട്ടും ഈ വണ്ടിയുടെ തന്നെയാണ്. എന്നാൽ നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും, നമ്മളിപ്പോൾ പാർട്ട് റോട്ടിൽ കുറച്ച് ആക്സിലേഷൻ കൊടുക്കുകയാണെങ്കിലും വണ്ടി അതിനനുസരിച്ച് തന്നെ കയറി പോകുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വലിയ ലാഗൊന്നും ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മളെപ്പോഴും പവർ ബാൻഡിൽ വെക്കും. ഇനി അതല്ലാതെ ജസ്റ്റ് ആക്സിലേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ജസ്റ്റ് ഓവർടേക്ക് ഞാനിപ്പം ആക്സിലേഷൻ കൊടുത്തു, നമ്മൾ പാർട്ട് റോട്ടിലാണ്, ഡി മോഡിലാണ്, അത്യാവശ്യം ഓക്കെ. ഇപ്പം ഞാൻ ഫുള്ള് കൊടുത്തപ്പം ഡൗൺ ഷിഫ്റ്റ് ചെയ്താണ്, കണ്ടില്ല, നന്നായിട്ട് അത്യാവശ്യം സ്പീഡ് കയറുന്നുണ്ട്. നമുക്ക് ഹൈവേ ആണെങ്കിലും നോർമൽ സിറ്റി ഡ്രൈവിംഗ് ആണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ടോക്ക് കൺവേർട്ടറും ഭയങ്കര സ്മൂത്ത്. നമ്മളിപ്പോൾ സിറ്റി ട്രാഫിക്കിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മാറ്റുന്നുണ്ട്. പിന്നെ അപ്പ് ഷിഫ്റ്റ് ഇതിന് അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഇൻഫാക്ട് നമ്മളിപ്പം ടൈഗുണ്ട് 8 സ്പീഡ് ഓട്ടോമാറ്റിക് പുതിയത് വന്നിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ആണെങ്കിൽ 6 സ്പീഡാണ് കുറച്ചും കൂടെ ഫാസ്റ്റ്. കാരണം ഇതിന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ അത്രയും ഗിയർ കുറച്ച് ഡൗൺ ചെയ്താൽ മതി. ടൈഗുണ്ട കേസിൽ ഇപ്പോൾ നമ്മൾ 30-40 പോകുമ്പോൾ 5th 6th ഗിയറിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത്രയും ഡൗൺ ചെയ്ത് സെക്കൻഡിലോട്ടൊക്കെ വരണം. ഈ വണ്ടി പക്ഷേ ഡൗൺ ചെയ്യാൻ എടുക്കുന്ന സമയം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ ക്രൂസിംഗ് RPM നോക്കി, 6th ഗിയറിൽ 100-ലും 80-ലും. ഇതിൻ്റെ ക്രൂസിംഗ് RPM ആക്ച്വലി അത്യാവശ്യം നല്ല താഴത്താണ്. യൂഷ്വലി നമ്മുടെ 1 ലിറ്റർ എഞ്ചിൻസ് അല്ലേ, ഇപ്പോൾ ഡസ്റ്ററിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഷോർട്ട് ഗിയറാണ്, അതൊരു ആക്സിലേഷൻ കൂട്ടാൻ വേണ്ടി അങ്ങനെ വെച്ചിരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പക്ഷേ നമ്മൾ 80-ൽ പോകുന്ന സമയത്ത് ഏകദേശം 1400 RPM-ലാണ് നിൽക്കുന്നത്. 100-ലാണ് പോകുന്നതെങ്കിൽ 2000 RPM-ന് താഴെ. ബാക്കി എല്ലാ ടർബോ പെട്രോൾസും യൂഷ്വലി 2000 RPM-ന് അടുത്താണ് നിൽക്കുന്നത്. ഈ വണ്ടി പക്ഷേ 1800 RPM അടിച്ച് നിൽക്കുന്നുള്ളൂ. സോ ക്രൂസിംഗ് RPM കുറച്ചും കൂടെ കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ, നമ്മുടെ ഹൈവേ ക്രൂസിങ്, പിന്നെ പാർട്ട് റോഡ് റെസ്പോൺസ്, അങ്ങനത്തെ ഓവറോൾ ഈ വണ്ടിയുടെ റെസ്പോൺസും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ കോർണേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ എയർക്രോസ് എക്സ് ആയിട്ട് കോർണേഴ്സ് ഉള്ള റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം പുഷ് ചെയ്തു. ഞാനിപ്പം കുറച്ച് നേരം നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നു. ഇതിൻ്റെ സ്റ്റിയറിങ് അടിപൊളിയാണ്, ആക്ച്വലി നല്ല ഫീൽ ഉണ്ട്. നമ്മളിപ്പോൾ തിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇപ്പോൾ പതുക്കെ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ആവുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഈ കോർണേഴ്സിൽ പുഷ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഫീൽ നമുക്ക് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ നിന്ന്. സോ അതെനിക്കിപ്പം നമ്മൾ ഈ സെഗ്മെന്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈവൻ ടൈഗോണേക്കാളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫീൽ ചെയ്തു. അത്യാവശ്യം നല്ല ചെറിയ സ്റ്റിയറിംഗ് ആണ്, ലെതർ റാപ്ഡ് ആണ്. നമുക്ക് പിടിക്കാനാണെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. സോ അത് കൊള്ളാം. പിന്നെ വണ്ടിയുടെ സസ്പെൻഷൻ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്, കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ റൈഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ്. എല്ലാ വണ്ടിയുടെ റൈഡ് നമ്മൾ ഇവിടെ നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുറച്ച് ദൂരം ഇതിങ്ങനെ കറങ്ങി അടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ആക്ച്വലി നിങ്ങളിപ്പം യൂഷ്വലി നമ്മളെല്ലാവരും വിചാരിക്കും റൈഡ് എന്ന് പറയുമ്പോൾ ഡസ്റ്ററിൻ്റെ റൈഡ് നല്ലതാണ്, പിന്നെ സിയറുടെ റൈഡ് നല്ലതാണ്, അങ്ങനെയൊക്കെ. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ ഈ വണ്ടികളെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓടിക്കുമ്പം ഇതിൻ്റെ റൈഡ് വളരെ സ്മൂത്താണ്, അത്യാവശ്യം നല്ല സോഫ്റ്റ് കുഷനി ആയിട്ടുള്ള റൈഡാണ്. ബാക്കി വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര വൃത്തിയായിട്ട് റോഡിൽ കൂടെ ആണെങ്കിലും പതുക്കെ പോകണമെങ്കിൽ ഇതിനകത്തൊന്നും അറിയുന്നില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് ഈ വാഹനത്തിൻ്റേത്. നമ്മളിപ്പം ഹാൻഡ്ലിങ്ങും റൈഡും എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് പവറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്തായാലും നമുക്ക് നോക്കാം. യെസ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പവറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാനുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, ഫീച്ചേഴ്സ്, പ്രൈസിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഇൻറ്റീരിയേഴ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് ടാൻ കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് ഇരിക്കുമ്പോഴാണെങ്കിലും നമുക്കിപ്പോൾ മൊത്തത്തിൽ ഡാഷ്ബോർഡിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഡോർ പാഡ്സിൻ്റെ ആ ബ്രൗൺ സോഫ്റ്റ് ടച്ച് ആണ്. അതുപോലെ നമ്മൾ കൈ വയ്ക്കുന്ന ബ്ലാക്ക് സാധനം ആക്ച്വലി സോഫ്റ്റ് ടച്ച് തന്നെയാണ്. സോ അത്യാവശ്യം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഇതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ അത് ലെതർ റാപ്ഡ് ഫിനിഷിലാണ് വരുന്നത്. അത് മാത്രമല്ല നമുക്ക്
സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് സ്റ്റെപ്പ് 8 ഇഞ്ചസിൻ്റെ അവൈലബിൾ ആണ്. അതുപോലെ ഇൻഫോടൈം സിസ്റ്റം. ഈ ഫ്ലിക്കറിംഗ് നോക്കണ്ട, അതെൻ്റെ ക്യാമറയുടെ ഒരു മറ്റേ ഫ്രെയിം റേറ്റ് ശരിയാവാത്തതിൻ്റെയാണ്. അത് മിക്ക ചില വണ്ടികളുടെ ഡിസ്പ്ലേയിൽ അത് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ക്യാമറയുടെ ഫ്രെയിം റേറ്റ് തമ്മിൽ മാച്ച് ആവാത്തതിൻ്റെയാണ്. പക്ഷേ എന്തായാലും ഇത് 10.1 ഇഞ്ചാണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ കാര എ എന്ന് പറഞ്ഞൊരു സാധനം സെറ്റും കൊടുക്കുന്നുണ്ട് അവരുടെ പുതിയ വാഹനങ്ങളിൽ. നമുക്കതൊരു AI അസിസ്റ്റൻറ്റ് പോലെ ഉപയോഗിക്കാനാണ്. പിന്നെ എൻ്റെ താഴത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഓട്ടോ AC വരുന്നുണ്ട്. അതുപോലെ വയർലെസ് ചാർജർ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ഗിയർ നോബ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനകത്താണ് ഇരിക്കുന്നത്, അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും. പിന്നെ ഓട്ടോ ഡിമ്മിങ് ARVMCP വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് രണ്ടും വെന്റിലേഷൻ ഫംഗ്ഷനും അവർ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ അത്യാവശ്യം നമ്മുടെ കംഫർട്ടൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. ഈ വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ 7 സീറ്റർ മോഡലാണ്. നമുക്ക് 5 സീറ്റർ കിട്ടുന്നുണ്ട്. 7 സീറ്റർ ആണെങ്കിലും നമുക്ക് തേർഡ് റോ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ സീറ്റ്സ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അവർ. സോ വേണമെങ്കിൽ ഇതെടുത്ത് വീട്ടിൽ വയ്ക്കുക, അല്ലെങ്കിൽ ബാക്കിൽ മടക്കി വയ്ക്കുക. അങ്ങനെ നമുക്ക് സ്റ്റോറേജ്, അതായത് ബൂട്ട് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 511 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഇനിയിപ്പം തേർഡ് റോ ഉള്ള, അതായത് 7 സീറ്റർ മോഡലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും അതിൽ നമുക്ക് റൂഫ് മൗണ്ടഡ് AC വെൻസ് ബാക്കിൽ വരുന്നുണ്ട്. അതല്ലാതെ തന്നെ താഴത്തുള്ള AC വെൻസ് വേറെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ആംറസ്റ്റ് ഈ വണ്ടിയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്കിൽ സെൻറ്റർ റോ ആംറസ്റ്റ് നമുക്ക് ഇതിൻ്റെ 5 സീറ്റർ എടുക്കാനൊക്കെ കിട്ടും, 7 സീറ്റർ അതില്ല. പിന്നെ ബാക്കിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഫീച്ചേഴ്സിൻ്റെ കേസിലൊന്നും വേറെ പ്രശ്നമല്ല. സേഫ്റ്റി ആണെങ്കിലും നമുക്ക് 6 എയർ ബാഗ്സ്, ABS, TBD, ട്രാക്ഷൻ കൺട്രോൾ, TPMS തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ സേഫ്റ്റി റേറ്റിംഗ് ആണെങ്കിൽ പോലും ഭാരത് NCAP ടെസ്റ്റിങ്ങിൽ ഈ വണ്ടിക്ക് അഡൽട്ട് സേഫ്റ്റിയിൽ 5 സ്റ്റാറും അതുപോലെ ചൈൽഡ് സേഫ്റ്റിയിൽ 4 സ്റ്റാറുമാണ് കിട്ടിയിരിക്കുന്നത്. ബസാൾട്ടിനും നമുക്ക് അഡൽട്ട് സേഫ്റ്റിയിൽ 4 സ്റ്റാറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ സേഫ്റ്റി ഫീച്ചേഴ്സിലാണെങ്കിലും ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. സെക്കൻഡ് റോയിൽ സ്പേസും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം, അതായത് ഫ്രണ്ടിലത്തെ സീറ്റ് അത്യാവശ്യം ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബാക്കിലിരിക്കുമ്പോൾ കാലകത്തേക്ക് പോകും. അതുകൊണ്ട് കാല് വയ്ക്കാൻ പ്രശ്നം വരുന്നില്ല. പിന്നെ നീ റൂം ആണെങ്കിലും ലെഗ് റൂം, ഹെഡ് റൂം എല്ലാം അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ 5 സീറ്റർ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ സ്പേസ് കിട്ടുന്നതായിരിക്കും. കാരണം ആ സീറ്റ് ഇരിക്കുന്ന ഒരു ഇത്തിരി കൂടെ ബാക്കിലാണ് 7 സീറ്റർ ഇരിക്കുന്നതിനും, അതായത് സെക്കൻഡ് റോയിൻ്റെ കേസ്. ഇത്രയൊക്കെ നോക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസിങ്ങും കൂടെ നോക്കിയേക്കാം. പിന്നെ ഇതിൻ്റെ വേരിയൻസ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് 2 എണ്ണം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിന് ടർബോ പെട്രോൾ ആണെന്ന് മാത്രം. നമുക്ക് എൻട്രി ലെവൽ മോഡൽസിൽ വരുന്നത് 1.2, ഈ സെയിം എഞ്ചിൻ തന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ് വേർഷൻ ആണ്. അത് ഏകദേശം 83 ഹോഴ്സ് പവറും അതുപോലെ 115 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കിൻ്റെ അടുത്താണ് ജനറേറ്റ് ചെയ്യുന്നത്. മാനുവൽ മാത്രമേ ഉള്ളൂ, 5 സ്പീഡാണ്. ഈ നമ്മുടെ 1.2 ടർബോ പെട്രോളിലേക്ക്, അതായത് പ്യുവർ ടെക് 110ലേക്ക് വരുമ്പോഴേക്കാണ് നമുക്ക് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടറും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും കിട്ടുന്നത്. അത്യാവശ്യം പവർഫുൾ ആണ്. 110 ഹോഴ്സ് പവറും അതുപോലെ 205 Nm ടോർക്ക് ഓട്ടോമാറ്റിക്കലും 190 Nm ടോർക്ക് മാനുവലാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഈ വണ്ടിയിൽ നമുക്ക് മെയിനായിട്ട് 3 വേരിയൻസ് ആണ് വരുന്നത്, U+, അതുപോലെ മാക്സ്. ഇതിൽ U+ എന്ന് പറഞ്ഞ 2 വേരിയൻസിലാണ് 1.2 N ഉള്ളത്. പ്ലസ് മാക്സ് എന്ന് പറഞ്ഞ മുകളിലത്തെ 2 വേരിയൻസിലാണ് നമുക്ക് 1.2 ടർബോയുടെ ഓപ്ഷൻ കിട്ടുന്നത്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8.89 ലാക്സിലാണ്. അതുപോലെ നമ്മുടെ 1.2 Nയുടെ മാക്സ് 9.99 ലാക്സ് വരെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ടർബോ പെട്രോൾ ആണെങ്കിൽ അതിന് മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 11.99 ലാക്സിലാണ്. നമുക്ക് മാക്സിമം 14.57 ലാക്സ് വരെ ടോപ്പ് എൻ്റെ ഡ്യുവൽ ടോൺ ഓട്ടോമാറ്റിക് 7 സീറ്റർ മോഡലിന് പ്രൈസ് പോകുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 5 സീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബാക്കിൽ സ്പേസും കിട്ടും. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഓൾറൗണ്ടർ വണ്ടി കിട്ടും. 7 സീറ്റർ നിൽക്കിനി ഒക്കേഷണലി ബാക്കിലൊരു തേർഡ് റോയിൻ്റെ ആവശ്യമുണ്ട്, അവിടെ ആൾക്കാർക്ക് ഇരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഈ സെഗ്മെൻറ്റിൽ നമുക്ക് അങ്ങനെ 7 സീറ്റർ വണ്ടികൾ വേറെ കിട്ടുന്നില്ല. സോ അങ്ങനെ നോക്കുമ്പോഴും ഇത് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. എന്തായാലും എൻ്റെ അഭിപ്രായം ഈ വാഹനത്തിനെ പറ്റിയുള്ള ഇതാണ്. നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയെ പറ്റി തോന്നുന്നത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഒറ്റ വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.